Hello. Electrochemistry എന്ന ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, സോ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 second. Right. What is the relationship between resistance and conductance? റെസിസ്റ്റൻസും കണ്ടക്ടൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എനി ഒബ്ജെക്ട് R is directly proportional to length of that object and inversely proportional to area of cross section of that particular object. Okay, so ഈ ഒരു proportionality constant നെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന proportionality constant ആണ് റോ. റോയെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നാണ് വിളിക്കുക. സോ റോ L/A എന്നതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഈ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് വിളിക്കുക. സോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ റിലേഷൻഷിപ്പ്. റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു 1 കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കൽ ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സെക്കൻഡറി സെൽ? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സെക്കൻഡറി സെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സെൽസിനെയാണ് നമ്മൾ സെക്കൻഡറി സെൽസ് എന്ന് പറയാം. സോ ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സെൽ ആണോ? അല്ല, ഡ്രൈ സെൽ ഒരു പ്രൈമറി സെല്ലാണ്. നമ്മൾ ക്ലോക്കിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു ബാറ്ററിക്കാണ് ഡ്രൈ സെൽ എന്ന് പറയാം. സോ ഇത് സെക്കൻഡറി സെൽ അല്ല. ലെഗ്രാൻജിയൻ സെൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ സെല്ലിന്റെ വേറൊരു പേരാണ്. സോ അതും സെക്കൻഡറി സെല്ല് അല്ല. മെർക്യൂറി സെല്ലോ? മെർക്യൂറി സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ പോലെയുള്ള ആ ഒരു സെല്ലിനെയാണ് മെർക്യൂറി സെൽ എന്ന് പറയാം. സോ ഇതും നമുക്ക് റീചാർജ് ചെയ്ത് രണ്ടാമട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ, നോട്ട് എ സെക്കൻഡറി സെൽ. സോ നൺ ഓഫ് ദീസ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ കണ്ടക്ടൻസ്, conductivity and molar conductivity are terms used in electrolytic conduction. Write any two factors on which conductivity depends on. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് കണ്ടക്ടൻസിന്റെ കാര്യമാണ്. സോ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടൻസ് G is equal to 1/R. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് എന്താ വരാ? 1/ρ into A/L എന്ന് വരും. ഇതിലെ ഈ 1/ρ എന്ന ടേമിനെ നമ്മൾ കാപ്പ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോ G is equal to കാപ്പ A/L. ഓക്കെ, അപ്പോ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എന്താ പറയാ? ഇപ്പോ സപ്പോസ് in this equation നമ്മൾ എടുക്കുന്നതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത്, ബോത്ത് ദീസ് ടേംസ് യൂണിറ്റി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടൻസ് കണ്ടക്ടിവിറ്റിക്ക് ഈക്വൽ ആകും. വിച്ച് മീൻസ് കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എൻ ഒബ്ജെക്ട് ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ അതാണ് കണ്ടക്ടൻസ് എന്താന്ന് പറഞ്ഞു. കണ്ടക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് 1 mole of concentration. In electrolyte having 1 mole of concentration. Concentration 1 mole ഉള്ള ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസിനാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് കണ്ടക്ടിവിറ്റി ഡിപെൻഡ്സ് ഓൺ. കണ്ടക്ടിവിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റ് ലെങ്ത്തും ഉള്ള ഒരു കോളത്തിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സോ കണ്ടക്ടിവിറ്റി ഡിപെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപെൻഡ് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത് വളരെയധികം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് അയോൺസ് ഉണ്ടാവും. സോ അതിന്റെ കണ്ടക്ടൻസ്, ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിന്റെ കണ്ടക്ടൻസ് കൂടുതലായിരിക്കും. സോ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത്ര തന്നെ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അതിന്റെ കണ്ടക്ടൻസ് കുറവായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസോസിയേഷൻ കൂടും. ആ ഡിസോസിയേഷൻ കൂടുന്നത് കാരണം അവിടുത്തെ കണ്ടക്ടൻസ് കൂടും. ആൻഡ് അനദർ ഫാക്ടർ ദാറ്റ് വി ക്യാൻ മെൻഷൻ ഹിയർ ഈസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ വേണമെങ്കിലും പറയാം. ഓക്കെ, സോ കോൺസെൻട്രേഷൻ അനുസരിച്ചും കണ്ടക്ടിവിറ്റിയിൽ
മാറ്റം വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The limiting molar conductivity of an electrolyte is obtained by adding the limiting molar conductivities of cation and anion of the electrolyte. So, ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോണും ആനിയോണും, അതായത് ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റിയോൺ പാർട്ട് ഉണ്ടാവും, ആനിയോൺ പാർട്ട് ഉണ്ടാവും. ഈ കാറ്റിയോണിന്റെയും ആനിയോണിന്റെയും സെപ്പറേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് എടുക്കുക. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നെയിം ദി എബോവ് ലോ. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ലോയുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ലോ ഈസ് കോൾറാഷസ് ലോ. ഓക്കെ, കോൾറാഷസ് ലോ എന്നാണ് നമ്മൾ ഈ ലോയെ വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ എന്താണ്? ഓക്കെ, അപ്പോ മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു മോൾ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്റ്റൻസിനാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സോ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ നിയർലി സീറോ ആക്കുമ്പോൾ, അതായത് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിലോട്ട് എത്തുമ്പോൾ ഉള്ള മോളാർ കണ്ടക്ടിവിറ്റിക്കാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സോ മോളാർ കണ്ടക്ടിവിറ്റി at zero concentration or infinite dilution is called limiting molar conductivity. Okay, question say, explain how conductivity measurements help to determine the ionization constant of a weak electrolyte like acetic acid. Okay, അപ്പോൾ അസിറ്റിക് ആസിഡ് പോലെയുള്ള ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് ഒരു അയണൈസേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. അത് ഡിറ്റർമൈൻ ചെയ്യാൻ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ by knowing molar conductivity at a particular concentration, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി അറിയാം, ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അറിയുകയാണെങ്കിൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി at infinite dilution, we can calculate the dissociation constant of a weak acid by the equation. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ല എങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. കെ is equal to C into ആൽഫ സി എം, അതായത് ലാംഡ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി at infinite dilution square divided by 1 minus molar conductivity at a particular concentration divided by molar conductivity at infinite dilution. ഇതിലെ ഈ molar conductivity at particular concentration divided by molar conductivity at infinite dilution എന്ന ടേം ഇത് ആക്ച്വലി ആൽഫ ആണ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, സോ ആക്ച്വലി ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K is equal to C alpha square divided by 1 minus alpha. ഈ ഒരു ഇക്വേഷൻ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇത്. സോ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈസി ആയിട്ട് ഒരു വീക്ക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും, വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ വിത്ത് ഡൈല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡൈല്യൂഷൻ നടക്കുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നു. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. എന്തുകൊണ്ടാണ്? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പാർട്ടിന്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സോ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നമ്പർ ഓഫ് അയോൺസ് കുറയും. ഈ നമ്പർ ഓഫ് അയോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് അവിടെ കണ്ടക്റ്റൻസ് ഉണ്ടാകുന്നത്. സോ നമ്പർ ഓഫ് അയോൺസ് കുറയുമ്പോൾ അതിന്റെ കാരണമായിട്ട് അവിടുത്തെ കണ്ടക്റ്റൻസ് കുറയും. സോ അതുകൊണ്ട് കണ്ടക്ടിവിറ്റിയും കുറയും. സോ ബോത്ത് ഫോർ സ്ട്രോങ് and weak electrolyte, conductivity always decreases with dilution. This is because as dilution increases,
the number of ions per unit volume decreases and hence the conductivity decreases. Okay, then molar conductivity increases with dilution for both strong and weak electrolytes. Already പറഞ്ഞു. This is due to the increase in ionic mobility for strong electrolyte. രണ്ടിലും dilution ഒപ്പം molar conductivity increase ചെയ്യുന്നുണ്ട് എങ്കിലും രണ്ടിനെയും reason difference ഉണ്ട്. So strong electrolytes നമ്മൾ dilute ചെയ്യുമ്പോൾ ഈ ionic mobility ions നേരത്തെ ions എല്ലാം അടുത്തടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ ആയാലും അത് തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. സോ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഈ അയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മൊബിലിറ്റി കൂടും. പിന്നെ അതിനെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. Then as for the case of weak electrolytes, ആ ഇൻക്രീസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് വളരെ കുറച്ച് ഭാഗം മാത്രമേ അതിൽ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അയോൺസ് ഉണ്ടാവും. അങ്ങനെ അതിന്റെ കാരണത്താലാണ് അവിടെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With decrease in concentration of an electrolytic solution, conductivity decreases and molar conductivity increases. നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇത്. ഓക്കെ, ജസ്റ്റ് ഇതിന് തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Write the equation showing the relationship between conductivity and molar conductivity. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും റിലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു റിലേഷൻഷിപ്പ്. ഇതില് ലാംഡ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടക്ടിവിറ്റി. ഓക്കെ, സി എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ ആണ്. സോ ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ബൈ സി. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഗ്രാഫിക്കൽ എക്സ്ട്രാപോളേഷൻ മെത്തേഡ്. അതായത് നമ്മള് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡൈല്യൂഷൻ അനുസരിച്ച് അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. സോ ആ ഒരു ചേഞ്ച് ഫോളോ ചെയ്യുന്നത് ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് എ സി റേസ് ടു 1/2. ഈ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ഡൈല്യൂഷനും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ചേഞ്ച് വരുന്നത്. സോ ഇത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്, ഇത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. സോ റൂട്ട് ഓഫ് സി. സോ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ y is equal to mx പ്ലസ് സി എന്നൊരു ഫോമിലാണ് എന്ന് കാണാം. അതായത് സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ നമ്മള് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ റൂട്ട് സിയും ലാംഡ എമ്മും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ലൈനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് ഈ ലാംഡ എമ്മിലോട്ട് തട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇന്റർസെപ്റ്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും. സോ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസി ആയിട്ട് ഇങ്ങനെ ഗ്രാഫിക്കൽ എക്സ്ട്രാപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സജസ്റ്റ് എ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ടേക്കിംഗ് അസിറ്റിക് ആസിഡ് ആസ് എൻ എക്സാമ്പിൾ. പക്ഷെ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല നമുക്ക് കിട്ടുക, നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടുക. സോ നമുക്ക് എക്സ്ട്രാപോളേഷൻ മെത്തേഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെത്തേഡ് വേണ്ടി വരും. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ കോൾറാഷസ് ലോ തന്നെയാണ്. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ നോയിങ് ലാംഡ m0 വാല്യൂസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് യൂസിങ് കോൾറാഷസ് ലോ. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ഈ ഗ്രാഫിക്കൽ എക്സ്ട്രാപോളേഷൻ മെത്തേഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കൂടെ
ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അസറ്റിക് ആസിഡ് എടുക്കാം. സോ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്തെടുക്കുക വെച്ച് കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റ്, NaCl, HCl ഇതൊക്കെ എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്കാം. സോ ഈ 3 ആൾക്കാരും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. നമുക്ക് ഗ്രാഫിക്കൽ എക്സ്ട്രാപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ എല്ലാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. സോ സോഡിയം അസറ്റേറ്റ് ആണ് എങ്കിൽ നമുക്ക് കൊൾറാഷ്യസ് ലോയിൽ പറയുന്നത് കൊൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസിൽ പറയുന്നത് നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കാറ്റിയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മായിട്ട് എടുക്കാൻ പറ്റും എന്നതാണ്. സോ നമ്മൾ സോഡിയം അസറ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസറ്റേറ്റ് അയോൺ ഉണ്ടാവും, സോഡിയം അയോൺ ഉണ്ടാവും. സോ ഇതിന്റെ രണ്ടിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മായിരിക്കും ഇത്, അല്ലെ? ദെൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ അയോണിന്റെയും Cl- അയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മായിരിക്കും. ദെൻ സിമിലർലി NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na+ന്റെയും Cl- ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഈ ഇക്വേഷൻ 1നെയും 2നെയും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 3 മൈനസ് ചെയ്ത് നോക്കുക എന്താ ഉണ്ടാവുക നോക്കുക. സോ λ0 ഓഫ് അസറ്റേറ്റ് അയോൺ പ്ലസ് λ0 ഓഫ് Na+ ഈ ഇക്വേഷൻ പ്ലസ് λ0 ഓഫ് H+ പ്ലസ് λ0 ഓഫ് Cl-. ഓക്കെ, അപ്പോൾ ഇത്ര വരെ നമ്മൾ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ ആഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 3യെ മൈനസ് ചെയ്യണം. അതായത് മൈനസ് ഓഫ് λ0 ഓഫ് Na+ മൈനസ് λ0 ഓഫ് Cl-. സോ നമുക്ക് ഇവിടെ Na+ ഉണ്ട്, ഇവിടെ മൈനസ് Na+ ഉണ്ട്, അതുപോലെ ഇവിടെ പ്ലസ് Cl- ഉണ്ട്, ദെൻ ഇവിടെ നമുക്ക് മൈനസ് Cl- ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താ ഇവിടെ ഉള്ള λ0 അസറ്റേറ്റ് അയോൺ പ്ലസ് λ0 ഓഫ് H+ അയോൺ. ഇത് രണ്ടുമാണല്ലോ അസറ്റിക് ആസിഡിന്റെ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. സോ നമുക്ക് ഈ 3 എണ്ണത്തിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എക്സ്ട്രാപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ സോഡിയം അസറ്റേറ്റിന്റെയും HClന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 4. Lead storage cell is the commonly used secondary cell in automobiles. Lead storage cell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി സെൽ ആണ്. What is a secondary cell? Secondary cell എന്ന് പറഞ്ഞാൽ എന്താണ്? These are cells that can be recharged and reused. നേരത്തെ നമ്മൾ പ്രൈമറി സെല്ലിന്റെ കാര്യം പറഞ്ഞു, അവിടെ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാർജ് കഴിഞ്ഞാൽ നമുക്ക് അത് വലിച്ചെറിയാനേ പറ്റുള്ളൂ. ബട്ട് സെക്കൻഡറി സെല്ലാണ് എങ്കിൽ നമുക്ക് അതിനെ റീചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. Here the cell reaction can be reversed. സെൽ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയും. ആ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് അതിൽ ചാർജിങ് നടക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദി ആനോഡ്, കാഥോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓഫ് ദി സെൽ? ഓഫ് ദി സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഡ് സ്റ്റോറേജ് സെല്ലിന്റെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, അതിലെ ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. സോ അതിലെ ആനോഡ് ലെഡ് ആണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ a grid of lead packed with PbO2. Then electrolyte ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 38% solution of H2SO4 ആണ്. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കേണ്ടതാണ്. Okay, write down the reactions at anode and cathode during discharging of the cell. Discharging of the cell എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സെല്ല് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആനോഡ് റിയാക്ഷൻ, ആനോഡിൽ നമ്മൾക്കറിയാം ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. Okay, so Pb plus SO4 2 minus gives PbSO4 plus 2 electron. Loss of electron ആണ് നടക്കുന്നത്. സോ ഇത് ഓക്സിഡേഷൻ ആണ്. അല്ല എങ്കിൽ ഇവിടെ നമുക്കറിയാം Pb 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായി. An increase in oxidation number is seen. So this is an oxidation reaction. Then cathode reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? PbO2
plus SO4 2 minus plus 4H plus. ഇത് വരുന്നത് ഏതെന്നാ? ഈ H പ്ലസും SO4 മൈനസ് ഒക്കെ വരുന്നത് ഇലക്ട്രോലൈറ്റിൽ നിന്നാണ്. നമുക്കിവിടെ H2SO4 ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉണ്ട്. ഓക്കെ, പ്ലസ് 2 ഇലക്ട്രോൺ gives PbSO4 plus 2H2O. ഇവിടെ നമുക്ക് PbO2 PB plus 4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അത് PbSO4ലോട്ട് വരുമ്പോൾ plus 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് മാറും. So there's a reduction in oxidation state. So this is a reduction reaction. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതാം? ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. സോ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ദി ഓവറോൾ റിയാക്ഷൻ. സോ ആനോഡ് റിയാക്ഷനിൽ വരുന്നത് PB പ്ലസ് SO4 2 മൈനസ്, ദെൻ രണ്ടാമത്തെ കാഥോഡ് റിയാക്ഷനിൽ റിയാക്ടൻ സൈഡിൽ വരുന്നത് PbO2 പ്ലസ് SO4 2 മൈനസ് പ്ലസ് 4H plus plus 2 ഇലക്ട്രോൺ. ഓക്കെ, റിയാക്ടൻ സൈഡിലുള്ള എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരെ എടുത്ത് എഴുതാം. PbSO4 plus 2 ഇലക്ട്രോൺ പ്ലസ് ഈ PbSO4 plus 2H2O. ഓക്കെ, രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. സോ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഇവിടെ നമുക്ക് ഒരു SO4 2 മൈനസ് ഉണ്ട്, ഇവിടെ ഒരു SO4 2 മൈനസ് ഉണ്ട്, ഇവിടെ നമുക്ക് 4H പ്ലസ് ഉണ്ട്. അതേ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് 2H2SO4 എന്ന് എഴുതാം. ഓക്കെ, സോ PB പ്ലസ് 2H2SO4 പ്ലസ് PbO2 gives, ഓക്കെ, റിയാക്ടൻ സൈഡിലുള്ള ആൾക്കാർ കഴിഞ്ഞു. ദെൻ നമുക്കിവിടെ രണ്ട് PbSO4 ഉണ്ട്. സോ 2 PbSO4 പ്ലസ് 2H2O. ഇതാണ് lead storage cellന്റെ overall reaction. So let's move on to the next question. Question 5. Limiting molar conductivity for NaCl, HCl and NaAC. NaAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റ് ആണ്. are 126.4, 425.9 and 91.0 Simon centimeters square per mole respectively. Calculate limiting molar conductivity of HAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. സോ നമ്മള് NaCl HClന്റെയും NaACയുടെയും കോമ്പിനേഷൻ ആയിട്ട് എങ്ങനെയാണ് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനിൽ കണ്ടു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് NaClന്റെയും HClന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യുക. അതിൽ നിന്ന് NaACയുടെയും HClന്റെയും ഈ രണ്ടാളുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യുക. അതിൽ നിന്ന് NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് ചെയ്യുക. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വിശദമായിട്ട് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എല്ലാത്തിന്റെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, NaClന്റേത് തന്നിട്ടുണ്ട്, HClന്റെ തന്നിട്ടുണ്ട്, NaACയുടേതും തന്നിട്ടുണ്ട്. അപ്ലൈയിങ് പോളറൈസേഷൻ ലോ, acetic acid limiting molar conductivity is equal to limiting molar conductivity of NaAC plus limiting molar conductivity of HCl minus limiting molar conductivity of NaCl. Direct values എടുത്ത് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ ആൻസറിലോട്ട് എത്തുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the weak electrolyte from the following. തന്നിട്ടുള്ളതിൽ weak electrolyte ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, KBrഉം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, CH3COOH അതായത് അസറ്റിക് ആസിഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളതിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ബി Kohlrausch's law helps to determine the degree of dissociation of weak electrolyte at given concentration. നമ്മൾ നേരത്തെ പറഞ്ഞു. State Kohlrausch's law. Kohlrausch's law state ചെയ്യുക. Kohlrausch's law states that the limiting molar conductivity of an electrolyte is the sum of individual contributions of the anion and the cation of the electrolyte. എന്താണെന്ന് നേരത്തെ explain ചെയ്തതാണ്. Next question. The molar conductivity of 0.001 molar acetic acid is 4.95 into 10 to the power minus 5 Simon centimeters square per mole. Calculate the degree of dissociation alpha at this concentration if the limiting molar conductivity of for H plus ion is
340 into 10 to the power minus 5 Simon centimeter square per mole, and for acetate ion is 50.5 into 10 to the power minus 5 Simon centimeter square per mole. So എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? ഈ ഒരു കോൺസെൻട്രേഷനിലുള്ള അസിറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ അയോണും അസിറ്റേറ്റ് അയോണും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എം ബൈ ലാംഡ M0 ആണ്. ലാംഡ എം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ലാംഡ M0 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും ഓരോ അയോൺസിനും കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലാംഡ M0 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസിറ്റിക് ആസിഡിന്റെ ലാംഡ M0 കിട്ടും. Okay, so lambda M0 of acetic acid is equal to lambda M0 of acetate ion plus lambda M0 of H+ ion. രണ്ടും കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ദെൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ലാംഡ M0 കണ്ടുപിടിച്ചു, അത് ഇവിടെ കൊടുക്കുക. ലാംഡ എം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ലാംഡ എം. അത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആൽഫ കിട്ടും. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ പ്രൈമറി ബാറ്ററീസ്? പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ബാറ്ററി പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദീസ് ആർ ബാറ്ററീസ് വിച്ച് കനോട്ട് ബി റീചാർജ്ഡ് ഓർ യൂസ്ഡ്. റീചാർജ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ കഴിയാത്ത ബാറ്ററീസിനെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററീസ് എന്ന് പറയുക. ഹിയർ ദി റിയാക്ഷൻ ഓക്കേഴ്സ് ഓൺലി വൺസ്. ഒരിക്കൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. നമുക്ക് റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിനെ ചാർജ് ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, ഡ്രൈ സെല്ല്, മെർക്യൂറി സെല്ലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് എ മെർക്യൂറി സെൽ ഈസ് 1.35 volt and remains constant during its life. Give reason. അതായത് മെർക്യൂറി സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.35 വോൾട്ട് ആണ്. അത് അതിന്റെ ത്രൂ ഔട്ട് ദ ലൈഫ്, അതിന്റെ ചാർജ് തീരുന്ന വരെ അത് 1.35 വോൾട്ട് തന്നെ ആയിരിക്കും. അതിൽ കുറവൊന്നും വരില്ല. അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടായിരിക്കും നിൽക്കുക. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ഓവറോൾ റിയാക്ഷൻ ഓഫ് മെർക്യൂറി സെൽ, മെർക്യൂറി സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷന്റെ ഒരു ഓവറോൾ റിയാക്ഷൻ, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZnHg സിങ്ക് അമാൽഗം പ്ലസ് HgO സോളിഡ് സ്റ്റേറ്റിലാണ് ഗിവ്സ് ZnO, ഇതും സോളിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് Hg ലിക്വിഡ് സ്റ്റേറ്റിൽ. ഓക്കെ, Hg പറഞ്ഞു കഴിഞ്ഞാൽ മെർക്യൂറി. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ അയോൺസ് ഓവറോൾ റിയാക്ഷനിൽ അയോൺസ് ഒന്നും വരുന്നില്ല. വന്നിട്ടുള്ളതെല്ലാം സോളിഡും ലിക്വിഡും ഒക്കെയാണ്. സോ നമുക്കറിയാം പ്യൂർ സോളിഡിന്റെയും ലിക്വിഡിന്റെയും എല്ലാം കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുക്കാറുള്ളത്, കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. സിൻസ് the overall reaction does not involve any ion in solution, the cell potential of a mercury cell remains constant during its life. So ഇതില് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന ടൈം പോകുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരും ഓവറോൾ റിയാക്ഷനിലില്ല. അതുകൊണ്ടാണ് ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് ദ ലൈഫ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, സോ last question. A solution of copper sulfate is electrolyzed for 20 minutes with a current of 1.5 amperes. What is the mass of copper deposited at cathode? Atomic mass of copper തന്നിട്ടുണ്ട്. Okay, then എങ്ങനെ ചെയ്യാം? Quantity of electricity Q എന്ന് പറഞ്ഞാൽ I into T, current in ampere into time in second ആണ്. Okay, current in ampere നമുക്ക് തന്നിട്ടുണ്ട് 1.5 ampere ആണ്. So 1.5 into ടൈം നമുക്ക് മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്, 20 മിനിറ്റ്സ് ആണ്. സോ 20 ഇൻറ്റു നമുക്ക് സെക്കൻഡിലാണ് ടൈം വേണ്ടത്. അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 60 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1800 കൂളോംബ് ആണ് അവിടെ ഉള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, സോ നമുക്കറിയാം ഒരു മോൾ ഓഫ് ഇലക്ട്രോണിന്റെ ചാർജിനെ നമ്മൾ 1 ഫാരഡേ എന്ന് പറയും. നമുക്കിവിടെ 2 മോൾ ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. 2 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാരഡേ ആണ്. അതായത് 2 into 96,500 കൂളോം ഓഫ് ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്. അത്രയും ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മോൾ Cu കിട്ടും. Cuവിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. 1 മോൾ Cu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ
കോപ്പറിന്റെ അറ്റോമിക് മാസ് തന്നെ 63 gram. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒരു കുളം ചാർജ് ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ, ഓക്കെ, ഒരു കുളം ഇലക്ട്രിസിറ്റിക്ക് എത്ര കോപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും? ഇലക്ട്രിസിറ്റി ആണ് എങ്കിൽ 63 divided by 2 ഫാരഡേ, ഇത്രയും കോപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇവിടെ ഉള്ളത് എത്രയാ? 1800 കൂളോം ആണ്. ഇത്രയും ചാർജ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കൂളോം ആയിരുന്നെങ്കിൽ ഇത്രയായിരുന്നു. സോ 1800 ആണെങ്കിലോ ഇതിന്റെ 1800 ടൈംസ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ 63 divided by 2 into ഫാരഡേയുടെ വാല്യൂ 96,500. ഓക്കെ, into 1800. ഇത്രയും ഗ്രാം ഓഫ് കോപ്പർ ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. സോ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. ഇതും ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ടിൽ ദെൻ ബൈ.